ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കെ ഈ ഒരു അഡ്വൈസ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം സ്കൂളിൽ, യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ലൈഫ് മാറും. എന്നാൽ ഒരുപാട് ആളുകളുടെ പ്രോബ്ലം അവരിൽ ഡിസിപ്ലിൻ ഇല്ലാത്തല്ല, ആക്ച്വലി അവരുടെ ബ്രെയിൻ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. നൈറ്റ് മൊത്തം മൈൻഡിലേക്ക് ഒരുപാട് മോട്ടിവേഷൻ വരും. നാളെ മുതൽ എല്ലാം മാറ്റണം, ഇനി മുതൽ സീരിയസ് ആയിരിക്കണം, മോർണിംഗിൽ 5 മണിക്ക് എണീക്കണം, ഇങ്ങനെ മൈൻഡിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. എന്നാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അലാം ഓഫ് ചെയ്ത് വീണ്ടും അതേ സെയിം റൂട്ടീൻ ഫോളോ ചെയ്യും. കുറച്ച് സമയം ഫോൺ നോക്കാമെന്ന് വിചാരിക്കും, പിന്നെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ അതിൽ തന്നെ വേസ്റ്റായി പോകും. പിന്നെ മൈൻഡിൽ ഒരു ഗിൽട്ട് ഫീൽ ആകും. എന്നെ കൊണ്ട് ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ ശരിക്കും ഇത് ലേസിനെസ് ആണോ? അല്ല, ആക്ച്വലി നിങ്ങളുടെ ബ്രെയിൻ ഇൻസ്റ്റൻറ്റ് പ്ലഷേഴ്സിനോട് അഡിക്റ്റായി മാറിയിരിക്കുന്നു. ഒരു റീൽ, ഒരു നോട്ടിഫിക്കേഷൻ, ഒരു കംഫർട്ടബിൾ ഫീൽ, ഇതിൽ നിന്നെല്ലാം ബ്രെയിനിന് ഡോപ്പാമിൻ ലഭിക്കുന്നത് ഒരു ശീലമായി. ഇതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് ഒരു പണിഷ്മെൻറ്റ് പോലെ തോന്നുന്നു, ഉള്ളിൽ ഒരു പെയിൻ ഫീൽ ആകുന്നു. എന്നാൽ ഹൈലി ഡിസിപ്ലിൻഡ് പീപ്പിൾ വേറെ രീതിയിൽ ചിന്തിക്കും. അവർ ദിവസവും തങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടായിരിക്കില്ല ജീവിക്കുന്നത്. ആക്ച്വലി അവരവരുടെ ബ്രെയിനിനെ ഇതുപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്നു. പ്രോസസ്സിനെ ഹെയ്റ്റ് ചെയ്യാതെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ അവർ അതിനെ മാറ്റിയിരിക്കുന്നു. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസിപ്ലിൻ നിങ്ങൾക്കൊരു സ്ട്രഗിളായി തോന്നില്ല, ഒരു നോർമൽ ലൈഫ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. സോ ഇന്ന് നമ്മൾ ഹാർഡ് വർക്കിനെ പറ്റിയല്ല നോക്കാൻ പോകുന്നത്, നേരെ മറിച്ച് നിങ്ങളുടെ ബ്രെയിനിനെ എങ്ങനെ റീവയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 7 സിമ്പിൾ വേസ് ബട്ട് ഹൈലി പവർഫുൾ. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, സ്റ്റാർട്ട് സ്മോൾ. ഒരുപാട് ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ലൈഫിനെ മൊത്തം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. രാവിലെ 5 മണിക്ക് എണീക്കും, ഡെയിലി വർക്കൗട്ട് ചെയ്യും, 50 പേജ് വായിക്കും, മൊബൈൽ യൂസേജ് കുറയ്ക്കും. ഇങ്ങനെ അവർ ഫുൾ ട്രാൻസ്ഫോർമേഷൻ മോഡിലായിരിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ ഇത് 3 അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ച വരെ മാത്രമേ നീണ്ടു നിൽക്കൂ. അതിനുശേഷം അവർ വീണ്ടും പഴയ റൂട്ടീനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിനുള്ള കാരണം നിങ്ങളുടെ ബ്രെയിനിന് സഡൻ ചേഞ്ച് ഇഷ്ടപ്പെടില്ല. അതൊരു അപകടം പോലെയായിരിക്കും അതിന് ഫീൽ ചെയ്യുക. ഇതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ മാറ്റത്തിനായി തയ്യാറെടുക്കുമ്പോൾ അത് കൊലാപ്സ് ആകുന്നത്. സോ ഇതിന് പകരം ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 1 പേജ് മാത്രം വായിക്കുക, 5 പുഷപ്സ് മാത്രം എടുക്കുക, 2 മിനിറ്റ് മാത്രം മെഡിറ്റേറ്റ് ചെയ്യുക. ഇത് വളരെ ഈസി ആണെന്ന് നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല, കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാരണം കൺസിസ്റ്റൻസിയാണ് പതിയെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ മാറ്റുന്നത്. ഫ്രണ്ട്സിന് നിങ്ങളും തീരെ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു ലൈഫാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിൽ ഓവർ തിങ്കിങ്, ലേസിനെസ് ഇതുമൂലം നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി പുഷ് ചെയ്ത് ആ ഒരു ഡിസിപ്ലിൻ ഉറപ്പുവരുത്താനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിൽ ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, ചേഞ്ച് ദ എൻവിറോൺമെൻറ്റ്. ഒരു ഹാർഷ് ട്രൂത്ത് എന്താണെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ലെവലിലേക്ക് റൈസ് ആകില്ല, നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് ലെവലിനനുസരിച്ച് ഫാൾ ആകും. ഫോൺ അടുത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് എടുക്കും. ജങ്ക് ഫുഡ് മുമ്പിലുണ്ടെങ്കിൽ അത് കഴിക്കണമെന്ന് തോന്നും. ബെഡ് വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ ഇനിയും 5 മിനിറ്റ് കൂടി ഉറങ്ങാമെന്ന് പറഞ്ഞ് മൈൻഡ് നിങ്ങളെ കൺവിൻസ് ചെയ്യും. ഇത് ആക്ച്വലി നിങ്ങളുടെ വീക്ക്നെസ് അല്ല, ഹ്യൂമൻ ബ്രെയിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. സോ വിൽ പവറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എൻവിറോൺമെൻറ്റിനെ സ്മാർട്ടായി സെറ്റ് ചെയ്യുക. ഫോൺ ദൂരത്ത് വയ്ക്കുക, ബുക്ക് അടുത്ത് വയ്ക്കുക. ഗുഡ് ഹാബിറ്റ്സ് ഈസിയായും ബാഡ് ഹാബിറ്റ്സ് ഹാർഡായും ആക്സസിബിൾ ആയിരിക്കണം. അപ്പോൾ ഡിസിപ്ലിൻ നാച്ചുറലി നിങ്ങളിൽ ബിൽഡാകും. നമ്പർ 3, 5 മിനിറ്റ് റൂൾ. വർക്കൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് 5 മിനിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അതിലേക്ക് ഇറങ്ങുക. ദാറ്റ്സ് ഇറ്റ്, നോ പ്രഷർ. കാരണം ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യം വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതല്ല, അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റാകും, റെസിസ്റ്റൻസ് കുറയും. രസകരമായ കാര്യം എന്താണെന്നാൽ 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യും. നമ്പർ 4, ട്രെയിൻ യുവർ മൈൻഡ് ടു ഫീൽ ബോർഡം. ഇന്ന് മെജോറിറ്റി ആളുകൾക്കും സൈലൻസ് എന്നാൽ അൺകംഫർട്ടബിൾ ആണ്. 2 മിനിറ്റ് പോലും അവർക്ക് ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ബ്രെയിൻ
കോൺസ്റ്റന്റ് സ്റ്റിമുലേഷനോട് അഡിക്റ്റായി മാറിയിരിക്കുന്നു. റീൽസ്, നോട്ടിഫിക്കേഷൻസ്, ഇതിലൂടെയൊക്കെ ബ്രെയിൻ ഹൈപ്പർ ആക്റ്റീവായി മാറുന്നു. ഇതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയി ഇരിക്കേണ്ടി വരുമ്പോൾ ബ്രെയിനിന് അതെല്ലാം ബോറായി ഫീൽ ചെയ്യുന്നു. സോ ഇതിനെ ഓവർകം ചെയ്യാൻ കുറച്ച് സമയം ബോർഡം എക്സ്പീരിയൻസ് ചെയ്യുക. നടക്കാൻ പോകുമ്പോൾ മ്യൂസിക് കേൾക്കാതിരിക്കുക, ഫോൺ ഇല്ലാതെ കുറച്ച് സമയം വെറുതെ ഇരിക്കുക. ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വിയർഡായി തോന്നാം, എന്നാൽ പതിയെ നിങ്ങളുടെ മൈൻഡ് കാമായി മാറും. ഇതിനുശേഷം ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. നമ്പർ 5, ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാകണം. അല്ലെങ്കിൽ ഞാൻ ഒന്നും അച്ചീവ് ചെയ്തില്ല എന്ന് അതിന് തോന്നും. ശേഷം നിങ്ങളുടെ മോട്ടിവേഷനും ഇല്ലാതാകും. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ചെറിയ പ്രോഗ്രസ്സും ട്രാക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ ട്രാക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒരു കാലണ്ടറിൽ മാർക്ക് ചെയ്യുക. ഈ സ്ട്രീക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരില്ല. ഇവിടെ മോട്ടിവേഷൻ അല്ല, ആ ഒരു മൊമെന്റമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്പർ 6, ചേഞ്ച് യുവർ ഐഡൻറ്റിറ്റി. ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെൻറ്റൻസ് തന്നെ ഒരു പ്രോബ്ലമാണ്. കാരണം ട്രൈങ് എന്നുള്ള വേർഡ് മൈൻഡിൽ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഇതിന് പകരം ഞാനൊരു ഡിസിപ്ലിൻഡ് പേഴ്സൺ ആണെന്ന് പറയുക. ഇനീഷ്യലി നിങ്ങൾക്കിത് ഫേക്കായി തോന്നാം, എന്നാൽ നിങ്ങൾ റീപ്പീറ്റായി എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിൻ സ്ലോലി ബിലീവ് ചെയ്യാൻ ആരംഭിക്കും. ഞാൻ ലേസി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആക്ഷൻസും അതേ ഡയറക്ഷനിൽ പോകും. എന്നാൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾ പറയാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ബിഹേവിയർ താനേ മാറും. സോ ഐഡൻറ്റിറ്റി ഫസ്റ്റ്, ആക്ഷൻ നെക്സ്റ്റ്. നമ്പർ 7, ഡിലേ ദ റിവാർഡ്സ്. ഇതാണ് ആവറേജ് ആയിട്ടുള്ള ആളുകളും അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. മോസ്റ്റ് പീപ്പിൾ ഇപ്പോൾ അവർക്ക് ഇൻസ്റ്റൻ്റ്ലി ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളായിരിക്കും ചൂസ് ചെയ്യുക. ഡിസിപ്ലിൻ എന്നാൽ നിങ്ങളുടെ നല്ല നാളേക്കായി ഇപ്പോഴുള്ള ഇൻസ്റ്റൻറ്റ് പ്രഷേഴ്സിനെ ഡിലേ ചെയ്യുന്നതാണ്. ഫോൺ ചെക്ക് ചെയ്യണോ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ജങ്ക് ഫുഡ് കഴിക്കണോ? കുറച്ച് ഡിലേ ചെയ്യുക. ഇനി ക്വിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി നിങ്ങളെ പുഷ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓരോ പ്രാവശ്യവും കൺട്രോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇൻസ്റ്റൻറ്റ് പ്ലഷേഴ്സിനോട് ഞാൻ അഡിക്റ്റ് അല്ല എന്നുള്ള ഈ ഒരു സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിന് നൽകുന്നു. ഡിസിപ്ലിൻ എന്നുള്ളത് ഇതൊരു ടാലൻ്റ് അല്ല, ഇത് നമ്മളിവിടെ ബിൽഡ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത് അൺകംഫർട്ടബിൾ ആയിരിക്കും, എന്നാൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാറി തുടങ്ങും. സോ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്ത് അത് മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.